സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മലയാള സിനിമ ലോകത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന ലോകാഹ് അധ്യായം 1 ചന്ദ്രയെക്കുറിച്ചാണ്. ഡൊമിനിക് അരുണ് സംവിധാനം ചെയ്ത ഈ സിനിമ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമ ലോകത്തും സൂപ്പർഹീറോ ജനറിന് ഒരു പുതുമയായ പരീക്ഷണമാണെന്ന് പറയാം. ഈ സിനിമയിലെ നായികയാണ് ചന്ദ്ര. കല്യാണി പ്രിയദർശന് അവതരിപ്പിച്ച ഒരു കരുത്തുറ്റ കഥാപാത്രം. ചന്ദ്ര സാധാരണ സ്ത്രീയല്ല, ഇതാണ് സിനിമ മുഴുവൻ പുരുഷന്മാർ പറയുന്നത്. ബംഗളൂരുവിലെ ഒരു തൊള്ളാളൻ വരെ അവളുടെ കഴിവുകൾ കണ്ടു വിസ്മയപ്പെടുന്നു. പാർക്കിംഗ് ലോട്ടിലെ ക്ലൈമാക്സ് പോലെ തോന്നുന്ന ഫൈറ്റിൽ പുരുഷാധിപത്യത്തിന്റെ ചട്ടങ്ങൾ തകർത്തുകൊണ്ട് ചന്ദ്ര തന്റെ കരുത്ത് തെളിയിക്കുന്നു. അവളുടെ അയൽക്കാരനായ സണ്ണി നസ്ലൻ പോലും അവളുടെ ശക്തി കാണുമ്പോൾ വാക്കുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ചന്ദ്ര ഒരുപക്ഷെ സാധാരണ മലയാളി പെൺകുട്ടിയല്ല, ചിലർക്കു ദേവിയും ചിലർക്കു ഭീകരിയും. ലോകാഹ് ഒരു സാധാരണ സിനിമ അല്ല, ഇത് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് പോലെ നിർമ്മിച്ചിരിക്കുന്നു. ബംഗളൂരുവാണ് പശ്ചാത്തലം. മലയാളി സൂപ്പർ ഹീറോ, കന്നഡ ക്രൈം റിംഗ്, തമിഴ് പോലീസ്, ഇവർ തമ്മിൽ വഴികൾ മുട്ടുന്ന ഒരു നഗരം. കഥാപാത്രങ്ങളുടെ ഏകാന്തതയും നഗരജീവിതത്തിലെ കുടിയേറ്റക്കാരുടെ അനുഭവങ്ങളും ബംഗളൂരു തന്നെ പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു. ചന്ദ്രയുടെ ചുറ്റും ചുവപ്പിന്റെ നിറമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. മുടിയിലെ ഒരു വര, ജാക്കറ്റിലെ നിറങ്ങൾ, ഫൈറ്റുകളിൽ വരുന്ന നിയോൺ റെഡ് സ്മോക്ക് എല്ലാം അവളെ ഒരു ഡീവ-യായി വേർതിരിക്കുന്നു. ചന്ദ്രയ്ക്ക് പറക്കാൻ കഴിയും, നിഞ്ച ഇൻസ്റ്റിങ്ക്ട്സ് ഉണ്ട്, അവൾ നഗരത്തിലെ ദുർബലരെ രക്ഷിക്കുന്നു. പക്ഷേ അവളുടെ ഭാവിയെക്കുറിച്ച് സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്താൻ പാടില്ല. അത് സിനിമയുടെ ഈഥോസിൽ തന്നെ അടിഞ്ഞു നിൽക്കുന്ന കേരളത്തിലെ പഴയ പുരാണങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാണ്. രാജാക്കന്മാർ, യക്ഷികൾ, ചാത്തൻ, ദേവതകൾ ഇതെല്ലാം ചേർത്ത് സിനിമ സൃഷ്ടിച്ച ലോകം സാധാരണ സൂപ്പർഹീറോ സിനിമകളെക്കാൾ വലിയൊരു കലാപരമായ പരീക്ഷണമാണ്. ഇന്റർവൽ സീൻ തന്നെ ചന്ദ്രയുടെ പഴയ കഥയും ഇപ്പോഴത്തെ ജീവിതവും കൂട്ടിച്ചേർക്കുന്ന അത്ഭുതകരമായ രീതിയിൽ എഴുതി ഒരുക്കിയിരിക്കുന്നു. ചന്ദ്രയെ ചുറ്റിപ്പറ്റി വരുന്ന കഥാപാത്രങ്ങൾക്കും സിനിമയിൽ വലിയ പ്രാധാന്യമുണ്ട്. അവളുടെ അയൽക്കാർ സണ്ണിയും വേണുവും, ചന്തു സലീംകുമാർ, മണ്ടൻ അയൽക്കാർ, അവരുടെ ബാച്ചിലർ ലൈഫ്, കുടിവെള്ളവും പുകവലിയും നിറഞ്ഞ ഫ്ലാറ്റ്, ഒരു മദ്യപാനി, ജാങ്കോ എന്നു പേരുള്ള പൂച്ച, ഇവരെല്ലാം സിനിമയെ ഹാസ്യത്തോടെ നിറക്കുന്നു. ചന്ദ്ര അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരുമ്പോൾ കാര്യങ്ങൾ മുഴുവൻ തലകീഴായി പോകുന്നു. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രം നാച്ചിയപ്പ ഗൌഡയാണ്, സാൻഡി അവതരിപ്പിച്ച പോലീസ്. സ്ത്രീകളോട് പ്രതികൂലമായ പരാമർശങ്ങളും വനിതാ ഓഫീസറുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനെതിരെ പ്രതിഷേധവും കാണിക്കുന്ന സ്ത്രീവിരുദ്ധമായ സ്വഭാവമുള്ള ഒരു പോലീസ് ഓഫീസർ. അവന്റെ ഡയലോഗുകൾക്ക് ചിലപ്പോൾ നിസ്സാരത തോന്നിച്ചാലും ചന്ദ്രയ്ക്കു മുന്നിൽ അദ്ദേഹം ഫെമിനിസ്റ്റ് ആന്റിത്തസിസ് ആയി മാറുന്നു. അതായത് ചന്ദ്രയുടെ യഥാർത്ഥ പ്രത്യക്ഷ പ്രതി. സിനിമയുടെ രണ്ടാം ഭാഗത്ത് നിരവധി കഥാപാത്രങ്ങളും കാമിയോസ് കളും വരുന്നു, ഫ്രാഞ്ചൈസിന്റെ ഭാവി ഒരുക്കുന്നു. കുറച്ച് സമയത്ത് കഥയുടെ പേസ് കുറയുന്നുവെങ്കിലും സംഗീതവും ആക്ഷനും അത് മറച്ചിരുന്നു. ജെയ്ക്സ് ബിജോയുടെ സംഗീതവും സ്റ്റണ്ട് മാസ്റ്റർ യാനിക് ബാൻ ഒരുക്കിയ ഫൈറ്റ് കോവയും അതിശയകരമാണ്. ഫൈറ്റുകൾ എവിടെയാണ് കാണിക്കണം, എവിടെയാണ് മറച്ചുവിടണം, അതിനെക്കുറിച്ച് സംവിധായകൻ അത്രത്തോളം ബാലൻസ് കൊണ്ടുവന്നിരിക്കുന്നു. അത് ചന്ദ്രയെപ്പറ്റിയുള്ള മിസ്റ്റീരിയസ്നെസ് നിലനിർത്തുന്നു. ലോകാഹ് ചാപ്റ്റർ 1 ചന്ദ്ര മലയാള സിനിമയ്ക്ക് ഒരു പുതിയ വഴി തുറന്നിരിക്കുന്നു. സാധാരണ സൂപ്പർഹീറോ സിനിമ അല്ല, ഇതൊരു നാടോടിക്കഥ, ഫെമിനിസം, ഫാന്റസി എല്ലാം ചേർന്നൊരു ലോകം. കല്യാണി പ്രിയദർശന്റെ കരുത്തുറ്റ പ്രകടനം, സ്റ്റൈലിഷ് വിഷ്വൽസ്, സംഗീതം, ആക്ഷൻ എല്ലാം കൂടി പ്രേക്ഷകർക്ക് ഒരുപാട് പുതിയൊരു അനുഭവം നൽകുന്നു. കഥയ്ക്ക് തുടക്കം മാത്രമാണിത്, ഇനി വരുന്ന ചാപ്റ്ററുകൾക്ക് വലിയ പ്രതീക്ഷകളാണ്.